നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഭാസിസ് അക്കാഡമിയുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കുന്നത് സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഫോറിൻ ലിക്കർ റൂൾസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഫോറിൻ ലിക്കർ റൂൾസ്, അതിൽ വിദേശ മദ്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ വിദേശ മദ്യം എന്നാൽ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അബ്കാരി നിയമപ്രകാരമുള്ള നാടൻ മദ്യം ഒഴികെയുള്ള എല്ലാ മദ്യത്തിനെയും നമ്മൾ വിദേശ മദ്യം എന്നാണ് പറയുന്നത്. അപ്പോൾ നാടൻ മദ്യം എന്തെല്ലാമെന്ന് ചോദിച്ചാൽ അതിനെയാണ് നമ്മൾ കള്ളും ചാരായവും എന്നിങ്ങനെയുള്ള പേരുകളിൽ പെടുത്തുന്നത്. അപ്പോൾ അബ്കാരി നിയമപ്രകാരം നാടൻ മദ്യം, കള്ള്, ചാരായം എന്നിവയൊഴികെയുള്ള എല്ലാ മദ്യത്തിനെയും വിദേശ മദ്യം എന്നാണ് പറയുന്നത്. ഇനി ഈ വിദേശ മദ്യത്തിൽ എന്തെല്ലാം ഉൾപ്പെടുന്നു എന്ന് നമുക്ക് നോക്കാം. അല്ലേ, വിദേശ മദ്യത്തിൽ എന്തെല്ലാം ഉൾപ്പെടുന്നുണ്ട്? വൈനുണ്ട്, സ്പിരിറ്റുണ്ട്, ബിയറുണ്ട്, സിഡറുണ്ട്, ഫെനിയുണ്ട് തുടങ്ങിയ പുളിപ്പിച്ച മദ്യങ്ങൾ എല്ലാം ഈ പറയുന്ന വിദേശ മദ്യത്തിൽ ഉൾപ്പെടുന്നവയാണ്. അബ്സല്യൂട്ട് ആൽക്കഹോൾ ഉൾപ്പെടെയുള്ള ശുദ്ധീകരിച്ച സ്പിരിറ്റും വിദേശ മദ്യത്തിൽ ഉൾപ്പെടുന്നത് തന്നെയാണ്. ഇനി ഈ മദ്യത്തിൻ്റെ ലൈസൻസിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ലൈസൻസ്, മദ്യത്തിൻ്റെ ലൈസൻസ് എന്ന് വെച്ചാൽ എന്താണ്? മദ്യത്തിൻ്റെ ഉൽപ്പാദനം, മദ്യത്തിൻ്റെ ഇറക്കുമതി, കയറ്റുമതി, കൈവശം വയ്ക്കൽ എന്നിവയിൽ ഏർപ്പെടാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും സംസ്ഥാന എക്സൈസ് വകുപ്പ് നൽകുന്ന അനുമതിയെ ആണ് ലൈസൻസ് എന്ന് പറയുന്നത്. അപ്പോൾ മദ്യത്തിൻ്റെ ഉൽപ്പാദനം, ഇറക്കുമതി, കയറ്റുമതി, കൈവശം വയ്ക്കൽ എന്നിവയിൽ ഏർപ്പെടാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും സംസ്ഥാന എക്സൈസ് വകുപ്പ് നൽകുന്ന അനുമതിയെ ആണ് നമ്മൾ ലൈസൻസ് എന്ന് പറയുന്നത്. അപ്പോൾ മദ്യം വിൽക്കാനായിട്ട് ലൈസൻസ് ഉള്ളവർ ആരെല്ലാമാണെന്ന് ചോദിച്ചാൽ അവിടുത്തെ ഉത്തരമാണ് മദ്യഷോപ്പുകൾ, പൊതുമദ്യശാലകൾ, ക്ലബ്ബുകൾ, ബാറുകൾ, ഹോട്ടലുകൾ, റെസ്റ്റോറൻറ്റുകൾ. അപ്പോൾ മദ്യഷോപ്പുകൾ, പൊതുമദ്യശാലകൾ, ക്ലബ്ബുകൾ, ബാറുകൾ, ഹോട്ടലുകൾ, റെസ്റ്റോറൻറ്റുകൾ ഇതൊക്കെ മദ്യം വിൽക്കാനായിട്ട് ലൈസൻസ് ഉള്ളവരാണ്. അതാത് സംസ്ഥാനങ്ങളിലെ വിൽപ്പനയും മദ്യവിതരണവും നിർദ്ദേശിക്കുന്ന ഓർഗനൈസേഷൻ കൺട്രോൾ ആൽക്കഹോളിക് ബിവറേജ്, അതാണ് ABC എന്ന് പറയുന്നത്. അപ്പോൾ അതാത് സംസ്ഥാനങ്ങളിലെ വിൽപ്പനയും മദ്യവിതരണവും നിർദ്ദേശിക്കുന്ന ഓർഗനൈസേഷൻ കൺട്രോൾ ആൽക്കഹോളിക് ബിവറേജസിനും മദ്യം വിൽക്കാനായിട്ട് ലൈസൻസ് ഉണ്ട്. ക്ലാസിഫിക്കേഷൻ ഓഫ് ലിക്കർ ലൈസൻസസ് ഉണ്ട്. ക്ലാസിഫിക്കേഷൻ ഓഫ് ലിക്കർ ലൈസൻസസ്, അതൊന്നാമത് ബിയർ ആൻഡ് വൈൻ ലൈസൻസ് ആണ്. അതായത് ബിയറും വൈനും പോലെയുള്ള സോഫ്റ്റ് ആൻഡ് മൈൽഡ് ലിക്കർ വിൽക്കാൻ ആഗ്രഹിക്കുന്ന റെസ്റ്റോറൻറ്റ് ആൻഡ് ബാർ ഉടമകൾക്കുള്ളതാണ് ബിയർ ആൻഡ് വൈൻ ലൈസൻസ്. അവിടെ ബിയറും വൈനും മാത്രമേ കിട്ടുകയുള്ളൂ. ഇനി രണ്ടാമതാണ് റെസ്റ്റോറൻറ്റ് ലിക്കർ ലൈസൻസ് എന്ന് പറയുന്നു. അതായത് റെസ്റ്റോറൻറ്റുകളുടെ പരിസരത്ത് തന്നെ മദ്യം വിളമ്പാനായിട്ട് നൽകുന്ന ലൈസൻസിനെയാണ് നമ്മൾ റെസ്റ്റോറൻറ്റ് ലിക്കർ ലൈസൻസ് എന്ന് പറയുന്നത്. ഇതിനെ ഓൾ ലിക്കർ ലൈസൻസ് എന്നും പറയാറുണ്ട്. അപ്പോൾ ഇതിനെന്ത് പറയാറുണ്ട്? ഓൾ ലിക്കർ ലൈസൻസ് എന്നും ഇതിനെ പറയാറുണ്ട്. ഇത്തരത്തിലുള്ള റെസ്റ്റോറൻറ്റുകളിൽ മദ്യവരുമാനം എന്ന് പറയുന്നത് 40% കൂടുതൽ അല്ലെങ്കിൽ അത്തരം റെസ്റ്റോറൻറ്റുകൾക്ക് മാത്രമേ ഈ ലൈസൻസ് നൽകുകയുള്ളൂ. അതായത് ഇത്തരം റെസ്റ്റോറൻറ്റുകളിലെ മദ്യവരുമാനം എന്ന് പറയുന്നത് 40% കൂടുതലാണെങ്കിൽ മാത്രമേ അത്തരം റെസ്റ്റോറൻറ്റുകൾക്ക് ഈ ലൈസൻസ് എന്ന് പറയുന്നത് നൽകുകയുള്ളൂ. ഇനി അടുത്ത് എന്താണ്? ടവേൺ ലിക്കർ ലൈസൻസ് എന്ന് പറയും, അല്ലേ? ടവേൺ ലിക്കർ ലൈസൻസ് എന്ന് വെച്ചാൽ എന്താണ്? റെസ്റ്റോറൻറ്റുകൾ അവരുടെ ലാഭത്തിൻ്റെ പകുതിയും ഉണ്ടാക്കുന്നത് അവിടെ നിന്നുള്ള മദ്യവിൽപ്പനയിൽ നിന്നാണെങ്കിൽ അത്തരം റെസ്റ്റോറൻറ്റുകൾക്ക് നൽകുന്ന ലൈസൻസിനെയാണ് ടവേൺ ലിക്കർ ലൈസൻസ് എന്ന് പറയുന്നത്. അപ്പോൾ റെസ്റ്റോറൻറ്റുകൾ അവരുടെ ലാഭത്തിൻ്റെ പകുതിയും ഉണ്ടാക്കുന്നത് അവിടെ നിന്നുള്ള മദ്യവിൽപ്പനയിൽ നിന്നാണെങ്കിൽ അത്തരം റെസ്റ്റോറൻറ്റുകൾക്ക് നൽകുന്ന ലൈസൻസിനെയാണ് ടവേൺ ലിക്കർ ലൈസൻസ് എന്ന് പറയുന്നത്. ഇനി ബ്രൂ പബ് ഓഫ് ലിക്കർ ലൈസൻസ് ഉണ്ട്. ബ്രൂ പബ് ഓഫ് ലിക്കർ ലൈസൻസ് എന്ന് വെച്ചാൽ എന്താണ്? സ്വന്തമായിട്ട് വീഞ്ഞും ബിയറും ഉണ്ടാക്കുന്നവർക്ക് നൽകുന്ന ലൈസൻസിനെയാണ് ബ്രൂ പബ് ഓഫ് ലിക്കർ ലൈസൻസ് എന്ന് പറയുന്നത്. അപ്പോൾ സ്വന്തമായിട്ട് വീഞ്ഞും ബിയറും ഉണ്ടാക്കുന്നവർക്ക് നൽകുന്ന ലൈസൻസിനെയാണ് നമ്മൾ ബ്രൂ പബ് ഓഫ് ലിക്കർ ലൈസൻസ് എന്ന് പറയുന്നത്. ഇനി ഓരോ സംസ്ഥാനത്തെയും നിലവിലുള്ള മദ്യ നിയമങ്ങൾ അനുസരിച്ച് വിവിധ തരം മദ്യ ലൈസൻസുകൾ അനുവദിക്കാറുണ്ട്. ഓരോ സംസ്ഥാനത്തെയും നിലവിലുള്ള മദ്യ നിയമങ്ങൾ അനുസരിച്ച് വിവിധ തരം മദ്യ ലൈസൻസുകളാണ് അനുവദിക്കാറുള്ളത്. ഒന്നാമത്തത് FL ലൈസൻസ് എന്ന് പറയുന്നതാണ്. FL ലൈസൻസ് എന്ന് വെച്ചാൽ എന്താണ്? ഫോറിൻ ലിക്കർ ലൈസൻസിനെയാണ് FL ലൈസൻസ് 1 എന്ന് പറയുന്നത്. അതായത് വിദേശ മദ്യം സീൽ ചെയ്ത കുപ്പികളിൽ പൊതുജനങ്ങൾക്ക് നൽകാൻ ഉദ്ദേശിച്ചുള്ള ലൈസൻസിനെയാണ് F1 ലൈസൻസ് എന്ന് പറയുന്നത്. വിദേശ മദ്യം സീൽ ചെയ്ത കുപ്പികളിൽ പൊതുജനങ്ങൾക്ക് നൽകാൻ ഉദ്ദേശിച്ചുള്ള ലൈസൻസിനെയാണ് F1 ലൈസൻസ് എന്ന് പറയുന്നത്. F1 ലൈസൻസ് അനുവദിക്കുന്നത് ആരാണ്? എക്സൈസ് കമ്മീഷണർ നിശ്ചയിക്കുന്ന വാടക നിരക്ക് അനുസരിച്ചാണ് F1 ലൈസൻസ് അനുവദിക്കുന്നത്.
F1 ലൈസൻസിന് കീഴിൽ മദ്യം വിൽക്കാൻ അനുമതിയുള്ള സ്ഥാപനങ്ങൾ ഏതെല്ലാമെന്ന് ചോദിച്ചാൽ അതാണ് കേരള സ്റ്റേറ്റ് ബീവറേജസ് ആൻഡ് മാർക്കറ്റിംഗ് മാനുഫാക്ചറിംഗ് കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന് പറയുന്നത്. അതായത് KSBC എന്ന് നമ്മൾ പറയുന്ന കേരള സ്റ്റേറ്റ് ബീവറേജസ് കോർപ്പറേഷനാണ് F1 ലൈസൻസിന് കീഴിൽ മദ്യം വിൽക്കാനായിട്ട് അനുമതിയുള്ള സ്ഥാപനങ്ങളിലൊന്ന്. അടുത്തത് കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡ്. കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡ്. പിന്നെയുള്ളത് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ലിമിറ്റഡ്. കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ലിമിറ്റഡ്. പിന്നെയോ മേൽപ്പറഞ്ഞ കോർപ്പറേഷനുകൾക്കോ ഫെഡറേഷനുകൾക്കോ അനുവദിക്കേണ്ട F1 ഷോപ്പുകളുടെ എണ്ണം തീരുമാനിക്കുന്നത് ആരാണെന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അത് എക്സൈസ് കമ്മീഷണറാണ് എണ്ണം തീരുമാനിക്കുന്നത്. അപ്പോൾ F1 ഷോപ്പുകളുടെ എണ്ണം തീരുമാനിക്കേണ്ടത് ആരാണെന്ന് ചോദിച്ചാൽ കടകളുടെ ശേഷിയും അവയുടെ ലഭ്യത എന്നിവയുടെ അടിസ്ഥാനത്തിൽ എക്സൈസ് കമ്മീഷണറാണ് അത് നിശ്ചയിക്കുന്നത്. ഇനി FL ലൈസൻസ് തനിക്കുള്ള വിദേശമദ്യം വാങ്ങേണ്ടത് സംസ്ഥാനത്തെ FL9 ലൈസൻസുകളിൽ നിന്നാണ്. അപ്പോൾ FL അതായത് FL ഫോറിൻ ലിക്കർ ലൈസൻസി 1 അയാൾക്ക് ആവശ്യമുള്ള വിദേശമദ്യം വാങ്ങേണ്ടത് സംസ്ഥാനത്തെ FL9 ലൈസൻസുകളിൽ നിന്നാണെന്നാണ് പറയപ്പെടുന്നത്. ഇന്ത്യൻ നിർമ്മിത വിദേശമദ്യങ്ങളുടെയും IMFL വിദേശ നിർമ്മിത വിദേശമദ്യങ്ങളുടെയും FMFL ഫോറിൻ മെയ്ഡ് ഫോറിൻ ലിക്കറാണ് FMFL എന്ന് പറയുന്നത്. ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്കറാണ് IMFL എന്ന് പറയുന്നത്. അതേപോലെ വിദേശ നിർമ്മിത വൈനുകളുടെയും ഫോറിൻ മെയ്ഡ് വൈൻ സംഭരണവും വിതരണവും നിയന്ത്രിക്കുന്ന കേരളത്തിലെ സ്ഥാപനമാണ് കേരള സ്റ്റേറ്റ് ബീവറേജസ് കോർപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ നിർമ്മിത വിദേശമദ്യങ്ങളുടെയും വിദേശ നിർമ്മിത വിദേശമദ്യങ്ങളുടെയും സംഭരണവും വിതരണവും നിയന്ത്രിക്കുന്ന കേരളത്തിലെ സ്ഥാപനമാണ് കേരള സ്റ്റേറ്റ് ബീവറേജസ് കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന് പറയുന്നത്. കേരള സ്റ്റേറ്റ് ബീവറേജസ് കോർപ്പറേഷൻ ലിമിറ്റഡ് സ്ഥാപിതമായത് 1984 ഫെബ്രുവരി 23-നാണ്. ഇപ്പോൾ കേരള സ്റ്റേറ്റ് ബീവറേജസ് കോർപ്പറേഷൻ ലിമിറ്റഡ് സ്ഥാപിതമായിരിക്കുന്നത് 1984 ഫെബ്രുവരി മാസം 23-നാണ്. കേരള സ്റ്റേറ്റ് ബീവറേജസ് കോർപ്പറേഷൻ ലിമിറ്റഡിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് തിരുവനന്തപുരത്താണ്. അപ്പോൾ കേരള സ്റ്റേറ്റ് ബീവറേജസ് കോർപ്പറേഷൻ ലിമിറ്റഡിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. ഇനി FL1 ലൈസൻസിൻ്റെ പ്രത്യേകതകൾ എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. FL1 ലൈസൻസിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്? FL1 ലൈസൻസിന് കീഴിൽ വിൽക്കുന്ന മദ്യം കടയുടെ പരിസരത്തിരുന്ന് കഴിക്കാൻ അനുവദിക്കുന്നതല്ല ആണ് അല്ലേ? FL1 ലൈസൻസിന് കീഴിൽ വിൽക്കുന്ന മദ്യം കടയുടെ പരിസരത്തിരുന്ന് കഴിക്കാൻ അനുവദിക്കുന്നതല്ല. അതേപോലെയോ F1 ലൈസൻസ് ഉള്ള ആളുകൾ മറ്റ് ലൈസൻസുകൾക്ക് വിദേശ മദ്യം വിൽക്കാൻ പാടില്ല. F1 ലൈസൻസ് ഉള്ള ആളുകൾ മറ്റ് ലൈസൻസുകൾക്ക് വിദേശ മദ്യം വിൽക്കാൻ പാടില്ല. സീൽ ചെയ്ത കുപ്പികളിൽ മാത്രമേ മദ്യം വിൽക്കാൻ അനുവാദം നൽകുകയുള്ളൂ. സീൽ ചെയ്ത കുപ്പികളിൽ മാത്രമേ ഇവിടെ മദ്യം വിൽക്കാനായിട്ട് പെർമിഷൻ നൽകുകയുള്ളൂ. ഇനി എടുത്ത് നോക്കാമെന്നായിരിക്കാം, ഇതിൻ്റെ ഒരു ഡിസ്റ്റൻസ് റൂളുണ്ട്. ഡിസ്റ്റൻസ് റൂൾ എന്താ പറയുന്നത്? ഡിസ്റ്റൻസ് റൂൾ പറയുന്ന കാര്യം മറ്റൊന്നുമല്ല, ഏതെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനമായിക്കൊള്ളട്ടെ, ക്ഷേത്രമായിക്കൊള്ളട്ടെ, പള്ളിയായിക്കൊള്ളട്ടെ, മോസ്ക് ആയിക്കൊള്ളട്ടെ, ശ്മശാന ഗ്രൗണ്ട് ആയിക്കൊള്ളട്ടെ, പട്ടികജാതി പട്ടികവർഗ കോളനികളായിക്കൊള്ളട്ടെ, ഇവയുടെ 200 മീറ്ററിനുള്ളിൽ FL1 ലൈസൻസ് കടകളൊന്നും പ്രവർത്തിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അതായത് ഏതെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനം, ക്ഷേത്രം, പള്ളി, മോസ്ക്, ശ്മശാന ഗ്രൗണ്ട്, പട്ടികജാതി പട്ടികവർഗ കോളനികൾ എന്നിവയുടെ 200 മീറ്ററിനുള്ളിൽ FL1 ലൈസൻസ് കടകളൊന്നും തന്നെ പ്രവർത്തിക്കാനായിട്ട് പാടില്ല എന്നാണ് പറയുന്നത്. ഇനി FL3 ലൈസൻസ് ഉണ്ട്. എന്താണ് FL3 ലൈസൻസ് എന്ന് നമുക്ക് നോക്കാം. FL3 ലൈസൻസ് അനുവദിക്കുന്നത് എക്സൈസ് കമ്മീഷണറാണ്. അപ്പോൾ FL3 ലൈസൻസ് അനുവദിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ എക്സൈസ് കമ്മീഷണറാണ് FL3 ലൈസൻസ് അനുവദിക്കുന്നത്. ഇത് സർക്കാർ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് FL3 ലൈസൻസ് അനുവദിക്കുന്നത്. FL3 ലൈസൻസിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്? FL3 ലൈസൻസിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്? FL3 ലൈസൻസിൻ്റെ പ്രത്യേകതകളാണ്: FL3 ലൈസൻസ് പ്രകാരം പ്രവർത്തിക്കുന്ന കടകളുടെ പരിസരത്തിരുന്ന് ഉപഭോഗം അനുവദനീയമാണെന്നാണ് പറയുന്നത്. FL3 ലൈസൻസ് പ്രകാരം പ്രവർത്തിക്കുന്ന കടകളുടെ പരിസരത്തിരുന്നുള്ള ഉപഭോഗം എന്ന് പറയുന്നത് അനുവദനീയമാണെന്ന് പറയുന്നു. പിന്നെയോ സീല് ചെയ്യാത്ത കുപ്പികളിൽ മദ്യം വിൽക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സീല് ചെയ്യാത്ത കുപ്പികളിൽ മദ്യം വിൽക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി FL3 ലൈസൻസ് ഉള്ള ഹോട്ടലുകളിൽ താമസിക്കുന്നവർക്ക് മുറികളിലോ ഭക്ഷണം കഴിക്കുന്ന റെസ്റ്റോറൻറ്റുകളിലോ മദ്യം വിൽക്കുകയും വാങ്ങുകയും ചെയ്യാമെന്നും പറയുന്നുണ്ട്. FL3 ലൈസൻസ് ഉള്ള ഹോട്ടലുകളിൽ താമസിക്കുന്നവർക്ക് മുറികളിലോ ഭക്ഷണം കഴിക്കുന്ന റെസ്റ്റോറൻറ്റുകളിലോ മദ്യം വിൽക്കുകയും വാങ്ങുകയും ചെയ്യാമെന്നും പറയുന്നുണ്ട്. എന്നാൽ ഇത്തരം ഹോട്ടലുകളിൽ കുടുംബത്തിന് ഉപയോഗിക്കാൻ വേണ്ടി മാത്രമായി റെസ്റ്റോറൻറ്റുകളുണ്ടെങ്കിൽ അവിടെ മദ്യം വിളമ്പാൻ പാടില്ല എന്നും പറയുന്നുണ്ട്. FL3 ലൈസൻസ് ഉള്ള ഹോട്ടലിൽ താമസിക്കുന്നവർക്ക് മുറികളിലോ ഭക്ഷണം കഴിക്കുന്ന റെസ്റ്റോറൻറ്റുകളിലോ മദ്യം വിൽക്കുകയും വാങ്ങുകയും ചെയ്യാം എന്ന് പറയുന്നുണ്ട്.
എന്നാൽ ഇത്തരം ഹോട്ടലുകളിൽ കുടുംബത്തിന് ഉപയോഗിക്കാൻ വേണ്ടി മാത്രമായിട്ട് റെസ്റ്റോറൻറ്റുകൾ ഉണ്ടെങ്കിൽ അവിടെ മദ്യം വിളമ്പാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഇനിയുള്ള എന്താണ്, എക്സൈസ് കമ്മീഷണർ അനുവദിച്ചിട്ടുള്ള സംസ്ഥാനത്തെ FL9 ലൈസൻസുകളിൽ നിന്ന് മാത്രമേ FL3 ലൈസൻസിക്ക് വിദേശ മദ്യം വാങ്ങാൻ പാടുള്ളൂ എന്നൊരു വ്യവസ്ഥയുണ്ട്. എക്സൈസ് കമ്മീഷണർ അനുവദിച്ചിട്ടുള്ള സംസ്ഥാനത്തെ FL9 ലൈസൻസുകളിൽ നിന്ന് മാത്രമേ FL3 ലൈസൻസിക്ക് വിദേശ മദ്യം വാങ്ങാൻ പാടുള്ളൂ എന്ന ഒരു നിയമവും കൂടി ഇവിടെയുണ്ട്. ഇനിയോ FL3 ലൈസൻസിക്ക് അധിക വാർഷിക വാടക അടച്ച് എക്സൈസ് കമ്മീഷണറിൽ നിന്ന് ഒരു പ്രത്യേക പെർമിറ്റ് ലഭിക്കുകയാണെങ്കിൽ നീന്തൽക്കുളങ്ങളുടെ അരികിലും ഹോട്ടലുകളിലെ പുൽമേടുകളിലും മട്ടുപ്പാവിലെ പൂന്തോട്ടങ്ങളിലും ബാങ്ക്വറ്റ് നടക്കുന്ന ചടങ്ങുകളിലും ഭക്ഷണത്തോടൊപ്പം മദ്യം വിളമ്പാമെന്ന് പറയുന്നുണ്ട്. FL3 ലൈസൻസിക്ക് അധിക വാർഷിക വാടക അടച്ചിട്ട് എക്സൈസ് കമ്മീഷണറിൽ നിന്ന് ഒരു പ്രത്യേക പെർമിറ്റ് ലഭിക്കുകയാണെങ്കിൽ നീന്തൽക്കുളങ്ങളുടെ അരികിലും ഹോട്ടലുകളിലെ പുൽമേടുകളിലും മട്ടുപ്പാവിലെ പൂന്തോട്ടങ്ങളിലും ബാങ്ക്വറ്റ് ഹാളിൽ നടക്കുന്ന ചടങ്ങുകളിലും ഭക്ഷണത്തോടൊപ്പം മദ്യം വിളമ്പാം എന്ന് പറയുന്നുണ്ട്. അപ്രകാരം അധിക വാർഷിക വാടക നൽകുമ്പോൾ എക്സൈസ് കമ്മീഷണറുടെ മുൻകൂർ അനുമതിയോടെ ഹോട്ടലിൻ്റെ ലൈസൻസുള്ള ബാർ റൂമുകളിൽ ഒന്നിലധികം ബാർ കൗണ്ടറുകൾ സ്ഥാപിക്കാനായിട്ട് അനുവാദം ലഭിക്കുമെന്നും പറയുന്നുണ്ട്. ഇനി FL3 ലൈസൻസിൻ്റെ ഉടമ ഹോട്ടലുകളുടെ പരിസരത്തോ ഹോട്ടലിലെ ലൈസൻസുള്ള ബാർ റൂമിൽ അല്ലാതെ മറ്റേതെങ്കിലും സ്ഥലങ്ങളിൽ കൗണ്ടറുകൾ സ്ഥാപിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യരുതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ FL3 ലൈസൻസിൻ്റെ ഉടമ ഹോട്ടലുകളുടെ പരിസരത്തോ ഹോട്ടലിലെ ലൈസൻസുള്ള ബാർ റൂമിൽ അല്ലാതെ മറ്റേതെങ്കിലും സ്ഥലങ്ങളിൽ കൗണ്ടറുകൾ സ്ഥാപിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യരുത് എന്നും പ്രതിപാദിക്കുന്നുണ്ട്. എന്നാൽ ആവശ്യകത അനുസരിച്ച് ഈ എക്സൈസ് കമ്മീഷണറുടെ മുൻകൂർ അനുമതിയോടെ അത്തരം ബാർ കൗണ്ടറുകൾ ഹോട്ടൽ പരിസരത്ത് സ്ഥാപിച്ച് മദ്യം വിൽക്കാവുന്നതാണ്. എന്നാൽ ആവശ്യകത അനുസരിച്ച് എക്സൈസ് കമ്മീഷണറുടെ മുൻകൂർ അനുമതിയോടെ അത്തരം ബാർ കൗണ്ടറുകൾ ഹോട്ടൽ പരിസരത്ത് സ്ഥാപിച്ച് മദ്യം വിൽക്കാവുന്നതാണ്. എന്നാൽ അതിൻ്റെ ശരിയായ കണക്ക് ഒരു പ്രത്യേക രജിസ്റ്ററിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തണമെന്നും പറയുന്നുണ്ട്. ഇനി ഡിസ്റ്റൻസ് റൂളുണ്ട്. എന്താണ് ഡിസ്റ്റൻസ് റൂളെന്ന് നോക്കാം. ഏതെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനം, ക്ഷേത്രം, പള്ളി, മോസ്ക്, ശ്മശാന ഗ്രൗണ്ട്, പട്ടികജാതി പട്ടികവർഗ കോളനി എന്നിവയുടെ 200 മീറ്ററിനുള്ളിലാണ് ഹോട്ടലുകൾ സ്ഥിതി ചെയ്യുന്നതെങ്കിൽ ആ ഹോട്ടലുകൾക്ക് FL3 ലൈസൻസ് നൽകരുത് എന്ന് പറയുന്നുണ്ട്. ഏതെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനം, ക്ഷേത്രം, പള്ളി, മോസ്ക്, ശ്മശാന ഗ്രൗണ്ട്, പട്ടികജാതി പട്ടികവർഗ കോളനി എന്നിവയുടെ 200 മീറ്ററിൻ്റെ ഉള്ളിലാണ് ഹോട്ടലുകൾ സ്ഥിതി ചെയ്യുന്നതെങ്കിൽ ആ ഹോട്ടലുകൾക്ക് FL3 ലൈസൻസ് നൽകരുത് എന്ന് പറയുന്നുണ്ട്. എന്നാൽ 4 സ്റ്റാറും അതിനു മുകളിലും ക്ലാസിഫിക്കേഷനുകളുള്ള ഹോട്ടലുകളുടെ കാര്യത്തിൽ ദൂരപരിധി 50 മീറ്ററായിട്ട് കുറച്ചിട്ടുണ്ട്. എന്നാൽ 4 സ്റ്റാറും അതിനു മുകളിലും ക്ലാസിഫിക്കേഷനുകളുള്ള ഹോട്ടലുകളുടെ കാര്യത്തിൽ ദൂരപരിധി 50 മീറ്ററായിട്ട് കുറച്ചിട്ടുണ്ട്. ഇനി FL11 ഉണ്ട് ലൈസൻസ്. എന്താണ് FL11 ലൈസൻസ് എന്ന് നമുക്ക് നോക്കാം. FL11 ലൈസൻസ് എന്ന് പറയുന്നതാണ് ബീർ വൈൻ പാർലർ ലൈസൻസ് ആണ്. അപ്പോൾ ബീർ വൈൻ പാർലർ ലൈസൻസ് എന്ന് പറഞ്ഞാൽ FL11 ലൈസൻസ് അനുവദിക്കുന്നത് എക്സൈസ് കമ്മീഷണറാണെന്നാണ് പറയുന്നത്. അപ്പോൾ എക്സൈസ് കമ്മീഷണറാണ് FL11 ലൈസൻസ് അനുവദിക്കുന്നത്. ഇത് സർക്കാർ ഉത്തരവ് പ്രകാരമാണ് അനുവദിക്കുന്നത്. FL11 ലൈസൻസ് അനുവദിച്ചിട്ടുള്ളവ FL11 ലൈസൻസ് അനുവദിച്ചിട്ടുള്ളവയാണ് നമ്മൾ നോക്കുന്നത്. KTDC ലിമിറ്റഡിൻ്റെ ഉടമസ്ഥതയിലുള്ള ഹോട്ടലുകൾ, മോട്ടലുകൾ, റിസോർട്ടുകൾ ഇവിടെയാണ്. അപ്പോൾ KTDC ലിമിറ്റഡിൻ്റെ ഉടമസ്ഥതയിലുള്ള ഹോട്ടലുകൾ, മോട്ടലുകൾ, റിസോർട്ടുകൾ ഇവിടെയൊക്കെയാണ് FL11 ലൈസൻസ് അനുവദിച്ചിട്ടുള്ളത്. കൂടാതെ കാറ്ററിംഗ് സ്ഥാപനങ്ങളിൽ അനുവദിച്ചിട്ടുണ്ട്. 3 സ്റ്റാർ, 4 സ്റ്റാർ, 5 സ്റ്റാർ ഹോട്ടലുകളിൽ അനുവദിച്ചിട്ടുണ്ട്. 5 സ്റ്റാർ ഡീലക്സുകളിൽ അനുവദിച്ചിട്ടുണ്ട്. ഹെറിറ്റേജ് ഗ്രാൻഡുകളിൽ അനുവദിച്ചിട്ടുണ്ട്. ഹെറിറ്റേജ് ക്ലാസിക്കുകളിൽ അനുവദിച്ചിട്ടുണ്ട്. നികുതി വകുപ്പിൽ സർക്കാർ അംഗീകരിച്ച ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഇത് അനുവദിച്ചിട്ടുണ്ട്. കേരള സർക്കാരിൻ്റെ ടൂറിസം വകുപ്പ് തരംതിരിച്ച റെസ്റ്റോറൻറ്റുകളിൽ ഇത് അനുവദിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ടൂറിസം മന്ത്രാലയം അംഗീകരിച്ച റെസ്റ്റോറൻറ്റുകളിൽ ഇത് അംഗീകരിച്ചിട്ടുണ്ട്. സ്ട്രെങ്ത് ഓഫ് ഫോറിൻ ലിക്കേഴ്സ് സോൾഡ് ഇൻ സ്റ്റേറ്റ്. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്തിനകത്ത് വിൽക്കാൻ പറ്റുന്ന മദ്യത്തിൻ്റെ അളവിനെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ സ്ട്രെങ്ത് ഓഫ് ലിക്കറാണ് ഇനി കിടക്കുന്നത്. അപ്പോൾ സംസ്ഥാനത്ത് വിൽക്കാൻ കഴിയുന്ന ഇറക്കുമതി ചെയ്തതും ഇന്ത്യൻ നിർമ്മിതവുമായ വിദേശ സ്പിരിറ്റുകളുടെ ഏറ്റവും കുറഞ്ഞ ഗാഢതയായിട്ട് പറയുന്നത് 35 ഡിഗ്രി UP ആണ് പറയുന്നത്. ഇപ്പോൾ സംസ്ഥാനത്ത് വിൽക്കാൻ കഴിയുന്ന ഇറക്കുമതി ചെയ്തതും ഇന്ത്യൻ നിർമ്മിതവുമായ വിദേശ സ്പിരിറ്റുകളുടെ ഏറ്റവും കുറഞ്ഞ ഗാഢതയാണ് 35 ഡിഗ്രി UP എന്ന് പറയുന്നത്. മറ്റു തരത്തിലുള്ള സ്പിരിറ്റുകളുടെ ഏറ്റവും കുറഞ്ഞ ഗാഢത എന്ന് പറയുന്നത് 25 ഡിഗ്രി UP ആണ്. ഇനി ബിയർ വിൽക്കാവുന്ന കൂടിയ ഗാഢത എന്ന് പറയുന്നത് എത്രയാണ്? 6% വോള്യം ബൈ വോള്യമാണ്. വിൽക്കുന്ന വൈനിലെ
ആൽക്കഹോളിൻ്റെ കൂടിയ ഗാഢത എന്ന് പറയുന്നത് 8% മുതൽ 15.5% വരെയാണ് ഗാഢതയായിട്ട് പറയുന്നത്. ഇനി പൊസഷൻ ഓഫ് ഫോറിൻ ലിക്കർ ഉണ്ട്. പൊസഷൻ ഓഫ് ഫോറിൻ ലിക്കർ ഒരാൾക്ക് കൈവശം വയ്ക്കാവുന്ന മദ്യത്തിൻ്റെ വിദേശ മദ്യത്തിൻ്റെ അളവാണ് പറയുന്നത്. അപ്പോൾ ഒരാൾക്ക് കൈവശം വയ്ക്കാവുന്ന വിദേശ മദ്യത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് എത്രയാണ്? 13.5 പറയുന്നത്. ഇനി വീണ്ടും നോക്കിയാൽ എത്രയാണ് നമുക്ക് പറയാൻ പറ്റുക? ഫോറിൻ ലിക്കർ റൂൾസ് പ്രകാരം അല്ലേ, കള്ളിനോടൊപ്പം വിദേശ മദ്യം കൈവശം വയ്ക്കണമെങ്കിൽ ഒരേ സമയം കൈവശം വച്ചിരിക്കുന്ന എല്ലാത്തരം മദ്യങ്ങളുടെയും ആകെ അളവ് എന്ന് പറയുന്നത് 15 ലിറ്ററിൽ കൂടുതൽ എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഫോറിൻ ലിക്കർ റൂൾ പ്രകാരം കള്ളിനോടൊപ്പം വിദേശ മദ്യം കൈവശം വയ്ക്കണമെങ്കിൽ ഒരേ സമയം കൈവശം വച്ചിരിക്കുന്ന എല്ലാത്തരം മദ്യങ്ങളുടെയും ആകെ അളവ് 15 ലിറ്ററിൽ കൂടരുത് എന്ന് പറയുന്നുണ്ട്. ഒരാൾക്ക് കൈവശം വയ്ക്കാവുന്ന കൊക്കോ ബ്രാൻഡിയുടെ അളവെന്ന് പറയുന്നത് 1 ലിറ്റർ മാത്രമാണ്. ഒരാൾക്ക് കൈവശം വയ്ക്കാൻ പറ്റുന്ന കൊക്കോ ബ്രാൻഡിയുടെ അളവ് 1 ലിറ്റർ മാത്രമാണ്. ഇനി പെർമിറ്റ് ഇല്ലാതെ കൈവശം വയ്ക്കാൻ പറ്റുന്ന മദ്യത്തിൻ്റെ പരിധി എത്രയാണ്? കള്ള് 1.5 ലിറ്റർ വരെ കൈവശം വയ്ക്കാം പെർമിറ്റ് ഇല്ലാതെ. ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്കർ ആണെങ്കിൽ 3 ലിറ്റർ വരെ കൈവശം വയ്ക്കാം. ബിയർ ആണെന്നുണ്ടെങ്കിലോ 3.5 ലിറ്റർ വരെ കൈവശം വയ്ക്കാം. വൈൻ ആണെങ്കിലോ 3.5 ലിറ്റർ വരെ കൈവശം വയ്ക്കാം. ഫോറിൻ മെയ്ഡ് ഫോറിൻ ലിക്കർ ആണെങ്കിലോ 2.5 ലിറ്റർ വരെ കൈവശം വയ്ക്കാം. കൊക്കോ ബ്രാൻഡി ആണെന്നുണ്ടെങ്കിലോ 1 ലിറ്റർ വരെ കൈവശം വയ്ക്കാം. അങ്ങനെ മൊത്തം 15 ലിറ്റർ വിദേശ മദ്യമാണ് ഒരാൾക്ക് കൈവശം വയ്ക്കാനായിട്ട് സാധിക്കുന്നത്. ലൈസൻസ് ഇല്ലാതെ ഒരു വ്യക്തിക്കും വിദേശ മദ്യമോ കൊക്കോ ബ്രാൻഡിയോ മുകളിൽ പറഞ്ഞ പരിധിക്കപ്പുറം കൈവശം വയ്ക്കാനായിട്ട് സാധിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ലൈസൻസ് ഇല്ലാതെ ഒരു വ്യക്തിക്കും വിദേശ മദ്യമോ കൊക്കോ ബ്രാൻഡിയോ മുകളിൽ പറഞ്ഞ പരിധിക്കപ്പുറം കൈവശം വയ്ക്കാനായിട്ട് സാധിക്കുന്നതല്ല. പെർമിറ്റ് ഇല്ലാതെ ആരും 15 ലിറ്ററിൽ കൂടുതൽ മദ്യം സംസ്ഥാനത്തിനകത്തേക്ക് കൊണ്ടുപോവുകയും അരുത് എന്ന് ഇവിടെ പ്രതിപാദിക്കുന്നുണ്ട്. എക്സ്പോർട്ട് ഓഫ് ഫോറിൻ ലിക്കർ ഉണ്ട്. എക്സ്പോർട്ട് ഓഫ് ഫോറിൻ ലിക്കർ എന്താണ്? എക്സ്പോർട്ട് ഓഫ് ഫോറിൻ ലിക്കർ എന്ന് പറയുന്നത് ബന്ധപ്പെട്ട ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ നൽകിയ പെർമിറ്റ് പ്രകാരമല്ലാതെ കേരളത്തിന് പുറത്തൊരു സ്ഥലത്തേക്കും വിദേശ മദ്യം കയറ്റുമതി ചെയ്യാനായിട്ട് അനുവദിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ബന്ധപ്പെട്ട ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ നൽകിയ പെർമിറ്റ് പ്രകാരമല്ലാതെ കേരളത്തിന് പുറത്ത് ഒരു സ്ഥലത്തേക്കും വിദേശ മദ്യം കയറ്റുമതി ചെയ്യാനായിട്ട് അനുവദിക്കില്ല എന്നാണ് പറയുന്നത്. അതാത് ഡിവിഷനിലെ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ നൽകുന്ന പെർമിറ്റുകളുടെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനത്ത് നിന്ന് വിദേശ മദ്യം കയറ്റുമതി ചെയ്യുന്നത്. അതാത് ഡിവിഷനിലെ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ നൽകുന്ന പെർമിറ്റുകളുടെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനത്ത് നിന്ന് വിദേശ മദ്യം കയറ്റുമതി ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള പെർമിറ്റിൻ്റെ ഒരു പകർപ്പ് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ കയറ്റുമതി അനുവദിച്ച റേഞ്ചിൻ്റെ ചുമതലയുള്ള എക്സൈസ് ഇൻസ്പെക്ടർക്ക് അയച്ചു കൊടുക്കാറുണ്ട്. കയറ്റുമതി ചെയ്യുന്ന ആൾ എക്സൈസ് അതോറിറ്റിയുടെയോ അല്ലെങ്കിൽ ഇറക്കുമതി ചെയ്യുന്ന സംസ്ഥാനത്തിൻ്റെയോ രേഖാമൂലമുള്ള അനുമതി ഹാജരാക്കിയില്ലെങ്കിൽ അത്തരം പെർമിറ്റ് അനുവദിക്കാൻ പാടില്ല എന്നും പറയുന്നുണ്ട്. ഒരു സംസ്ഥാനത്ത് നിന്നും മറ്റൊരു സംസ്ഥാനത്തേക്കോ വിദേശത്തേക്കോ കയറ്റുമതി ചെയ്യുന്ന ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിൻ്റെ ഗാഢത അതിൻ്റെ ലേബലിങ്ങിലും അളവിലും മാറ്റങ്ങൾ വരുത്താനായിട്ട് എക്സൈസ് കമ്മീഷണർക്ക് അനുമതി നൽകാമെന്ന് പറയുന്നുണ്ട്. ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റൊരു സംസ്ഥാനത്തേക്കോ വിദേശത്തേക്കോ കയറ്റുമതി ചെയ്യുന്ന ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിൻ്റെ ഗാഢതയിലും അതിൻ്റെ ലേബലിങ്ങിലും അളവിലും മാറ്റങ്ങൾ വരുത്താനായിട്ട് എക്സൈസ് കമ്മീഷണർക്ക് അനുമതി നൽകാൻ സാധിക്കുന്നതാണ്. ഇതേപോലെ ഡിഫൻസ് സർവീസ് ഉദ്യോഗസ്ഥർക്കായിട്ട് നീക്കിവെച്ചിട്ടുള്ള മദ്യം യുദ്ധകാലങ്ങളിൽ എക്സൈസ് ഓഫീസറുടെ പെർമിറ്റ് കൂടാതെ തന്നെ കയറ്റുമതി ചെയ്യാമെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഡിഫൻസ് ഉദ്യോഗസ്ഥർക്കായി നീക്കിവെച്ചിട്ടുള്ള മദ്യം യുദ്ധകാലങ്ങളിൽ എക്സൈസ് ഓഫീസറുടെ പെർമിറ്റ് കൂടാതെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? കയറ്റുമതി ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇമ്പോർട്ട് ഓഫ് ഫോറിൻ ലിക്കർ. നമുക്കടുത്തത് ഇമ്പോർട്ട് ഓഫ് ഫോറിൻ ലിക്കർ നോക്കാം. മദ്യം ഇറക്കുമതി ചെയ്യേണ്ട ഡിവിഷൻ്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ നൽകിയ പെർമിറ്റ് ഇല്ലാതെ വിദേശ മദ്യം സംസ്ഥാനത്തേക്ക് ഇറക്കുമതി ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. മദ്യം ഇറക്കുമതി ചെയ്യേണ്ട ഡിവിഷൻ്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ നൽകിയ പെർമിറ്റ് ഇല്ലാതെ വിദേശ മദ്യം സംസ്ഥാനത്തേക്ക് ഇറക്കുമതി ചെയ്യുവാൻ പാടില്ല. സംസ്ഥാനത്തിന് നൽകേണ്ട എക്സൈസ് തീരുവ അടച്ചതിൻ്റെ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ പെർമിറ്റ് അനുവദിക്കുകയുമുള്ളൂ. ഇപ്രകാരം ഇറക്കുമതി ചെയ്യുന്ന വിദേശ മദ്യത്തിൻ്റെ ലൈസൻസി സ്റ്റോക്ക് എക്സൈസ് ഇൻസ്പെക്ടർ പരിശോധിക്കേണ്ടതാണ് എന്നാണ് പറയുന്നത്. നിയമാനുസൃതമായ യാത്രാരേഖകളുമായി വിദേശത്ത് നിന്ന് കേരള സംസ്ഥാനത്തേക്ക് വരുന്ന വിശ്വാസയോഗ്യരായ യാത്രക്കാർക്ക് വ്യക്തിഗത ഉപയോഗത്തിനായി നിയമപരമായി വാങ്ങിയ ഏതെങ്കിലും തരത്തിലുള്ള വിദേശ നിർമ്മിത വിദേശ മദ്യം 1 ലിറ്ററിൽ കൂടാത്ത അളവിൽ പെർമിറ്റ് ഇല്ലാതെ ഇറക്കുമതി ചെയ്യാൻ സാധിക്കുന്നതാണ്.
നിയമാനുസൃതമായ യാത്രാരേഖകളുമായിട്ട് വിദേശത്ത് നിന്ന് കേരള സംസ്ഥാനത്തേക്ക് വരുന്ന വിശ്വാസയോഗ്യരായ യാത്രക്കാർക്ക് വ്യക്തിഗത ഉപയോഗത്തിനായി നിയമപരമായി വാങ്ങിയ ഏതെങ്കിലും തരത്തിലുള്ള വിദേശ നിർമ്മിത വിദേശമദ്യം 1 ലിറ്ററിൽ കൂടാത്ത അളവിൽ പെർമിറ്റ് ഇല്ലാതെ ഇറക്കുമതി ചെയ്യാനായിട്ട് സാധിക്കുന്നതുമാണ്. ഡിഫൻസ് സർവീസ് ഉദ്യോഗസ്ഥർക്കായി നീക്കിവെച്ചിരിക്കുന്ന മദ്യം യുദ്ധസമയത്ത് എക്സൈസ് അതോറിറ്റിയുടെ പെർമിറ്റ് കൂടാതെ ഇറക്കുമതി ചെയ്യാൻ സാധിക്കുന്നതാണ് എന്ന് പറയുന്നുണ്ട്. കാര്യം പട്ടാളക്കാരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഫോറിൻ ലിക്കർ ബോണ്ടഡ് വെയർ ഹൗസ് ഫോറിൻ ലിക്കർ ബോണ്ടഡ് വെയർ ഹൗസ് നമുക്കൊന്ന് നോക്കാം. എന്താണ് സംഭവം? ബോണ്ടഡ് വെയർ ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സൈസ് കമ്മീഷണർ നൽകിയ ബോണ്ടഡ് വെയർ ഹൗസ് ലൈസൻസ് പ്രകാരം വിദേശമദ്യം സൂക്ഷിക്കുന്ന സ്ഥലമാണ് ബോണ്ടഡ് വെയർ ഹൗസ് എന്ന് പറയുന്നത്. അപ്പോൾ വിദേശമദ്യം സൂക്ഷിക്കുന്ന സ്ഥലത്തിനെയാണ് ബോണ്ടഡ് വെയർ ഹൗസ് എന്ന് പറയുന്നത്. ലൈസൻസിയുടെയും എക്സൈസ് ഓഫീസറുടെയും കസ്റ്റഡിയിലുള്ള ബോണ്ടഡ് വെയർ ഹൗസിക്ക് ലൈസൻസിക്ക് ഡ്യൂട്ടി അടയ്ക്കാതെ തന്നെ വിദേശമദ്യം ഇറക്കുമതി ചെയ്യാനും അത് വെയർ ഹൗസിൽ സ്റ്റോർ ചെയ്യാനും സാധിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ലൈസൻസിയുടെയും എക്സൈസ് ഓഫീസറുടെയും കസ്റ്റഡിയിലുള്ള ബോണ്ടഡ് വെയർ ഹൗസിലേക്ക് ലൈസൻസിക്ക് ഡ്യൂട്ടി അടയ്ക്കാതെ തന്നെ വിദേശമദ്യം ഇറക്കുമതി ചെയ്യാനും അത് വെയർ ഹൗസിൽ സ്റ്റോർ ചെയ്യാനും സാധിക്കുമെന്നാണ് പറയുന്നത്. ബോണ്ടഡ് വെയർ ഹൗസിൻ്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ നൽകുന്ന പെർമിറ്റിനാൽ മാത്രമേ വിദേശമദ്യം അവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടുള്ളൂ. ബോണ്ടഡ് വെയർ ഹൗസിൻ്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ നൽകുന്ന പെർമിറ്റിനാൽ മാത്രമേ വിദേശമദ്യം അവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടുള്ളൂ എന്നും പറയുന്നുണ്ട്. ബോണ്ടഡ് വെയർ ഹൗസിൽ നിന്നും കേരളത്തിന് പുറത്തേക്ക് ഒരു തരത്തിലുള്ള കയറ്റുമതിയും അനുവദിക്കുന്നതല്ല എന്നും പറയുന്നുണ്ട്. ബോണ്ടഡ് വെയർ ഹൗസിൽ നിന്നും കേരളത്തിന് പുറത്തേക്ക് ഒരു തരത്തിലുള്ള കയറ്റുമതിയും അനുവദിക്കുന്നതല്ല എന്നും പറയുന്നുണ്ട്. ഇനി FL ഫോറിൻ ലിക്കർ ലൈസൻസ് 8, ഫോറിൻ ലിക്കർ ലൈസൻസ് 8A എന്നീ ലൈസൻസുകൾക്ക് മാത്രമേ ബോണ്ടഡ് വെയർ ഹൗസ് ലൈസൻസ് അനുവദിക്കാവൂ എന്ന് മറ്റൊരു വ്യവസ്ഥയും നിലവിലുള്ളതാണ്. ഇനി എന്താണ് വർക്കിംഗ് അവേഴ്സ് നമുക്ക് നോക്കാമല്ലോ. വർക്കിംഗ് അവേഴ്സ് വെച്ചാൽ വിൽപ്പന സമയമാണ്. വർക്കിംഗ് അവേഴ്സ് എന്ന് വെച്ചാൽ വിൽപ്പന സമയമാണ്. കള്ള് അല്ലെങ്കിൽ മദ്യത്തിൻ്റെ ചില്ലറ വിൽപ്പനയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ കള്ള് അല്ലെങ്കിൽ മദ്യത്തിൻ്റെ ചില്ലറ വിൽപ്പന FL ഷോപ്പുകൾ ഒരു ദിവസത്തിൽ 12 മണിക്കൂറാണ്. അപ്പോൾ കള്ള് അല്ലെങ്കിൽ മദ്യത്തിൻ്റെ ചില്ലറ വിൽപ്പന എന്ന് പറയുന്നത് FL1 ഷോപ്പുകൾ ഒരു ദിവസത്തിൽ 12 മണിക്കൂറാണ് പ്രവർത്തിക്കേണ്ടുന്നത്. ഇനി പ്രത്യേക അവസരങ്ങളിൽ മേളകളോ ഉത്സവങ്ങളോ മുതലായവ ഉള്ള സന്ദർഭങ്ങളിലാണെങ്കിൽ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർക്ക് സമയപരിധി എന്ന് പറയുന്നത് രേഖാമൂലം നീട്ടിക്കൊടുക്കാം. അപ്പോൾ സാധാരണഗതിയിൽ വർക്കിംഗ് അവേഴ്സ് പ്രകാരം കള്ള് അല്ലെങ്കിൽ മദ്യത്തിൻ്റെ ചില്ലറ വിൽപ്പന നടത്തുന്ന ഷോപ്പുകൾ ഒരു ദിവസത്തിൽ 12 മണിക്കൂർ മാത്രമേ പ്രവർത്തിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നുണ്ട്. എന്നാൽ പ്രത്യേക അവസരങ്ങളിൽ മേളകളോ ഉത്സവങ്ങളോ മുതലായവ നടക്കുമ്പോൾ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർക്ക് രേഖാമൂലം പ്രായപരിധി നീട്ടാമെന്ന് പറയുന്നുണ്ട്. ഇനി കേരള സർക്കാരിൻ്റെ നികുതി വകുപ്പ് അംഗീകരിച്ച ടൂറിസം സെൻ്ററുകളിൽ പ്രവർത്തിക്കുന്ന FL3 ലൈസൻസ് സ്ഥാപനങ്ങളുടെ പ്രവർത്തന സമയമുണ്ട്. കേരള സർക്കാർ നികുതി വകുപ്പ് അംഗീകരിച്ച ടൂറിസം സെൻ്ററുകളിൽ പ്രവർത്തിക്കുന്ന FL3 ലൈസൻസ് സ്ഥാപനങ്ങളുടെ പ്രവർത്തന സമയം എന്ന് പറയുന്നത് രാവിലെ 10 മണി മുതൽ അർദ്ധരാത്രി 12 മണി വരെയാണ്. ഇപ്പോൾ രാവിലെ 10 മണി മുതൽ അർദ്ധരാത്രി 12 മണി വരെയാണ് കേരള സർക്കാർ നികുതി വകുപ്പ് അംഗീകരിച്ച ടൂറിസം സെൻ്ററുകളിൽ പ്രവർത്തിക്കുന്ന FL3 ലൈസൻസ് സ്ഥാപനങ്ങളുടെ പ്രവർത്തന സമയം എന്ന് പറയുന്നത്. ഇനി FL1 വിദേശ മദ്യ വിൽപ്പന സ്ഥാപനങ്ങളിൽ നിന്നും ഒരാൾക്ക് ഒരു സമയം വില കൊടുത്ത് വാങ്ങാവുന്ന വിദേശ മദ്യത്തിൻ്റെ കുറഞ്ഞ അളവ്, അതായത് 180 മില്ലിഗ്രാമാണ് FL1 വിദേശ മദ്യ വിൽപ്പന നടത്തുന്ന സ്ഥാപനത്തിൽ നിന്നും ഒരാൾക്ക് ഒരു സമയം വില കൊടുത്ത് വാങ്ങാവുന്ന വിദേശ മദ്യത്തിൻ്റെ ഏറ്റവും കുറഞ്ഞ അളവ് എന്ന് പറയുന്നത് 180 മില്ലിഗ്രാമാണ്. അപ്പോൾ നമ്മളിപ്പോൾ നോക്കിയ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ നോക്കിയത് ഫോറിൻ ലിക്കർ റൂൾസ് എന്ന് പറഞ്ഞ ഒരു ഏരിയയെക്കുറിച്ചാണ്. അപ്പോൾ ഫോറിൻ ലിക്കർ റൂൾസിനെ കുറിച്ച് ചോദ്യം വരാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ് നമ്മളിപ്പോൾ കവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ക്ലാസ്സിൽ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. ഓൾ ദ ബെസ്റ്റ്.